ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ റിച്ചാർലിസൺ നിലവിൽ ടോട്ടൻഹാമിന്റെ താരമാണ്. മോശമല്ലാത്ത രൂപത്തിൽ കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. പ്രീമിയർ ലീഗിൽ 7 ഗോളുകളും 3 അസിസ്റ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ താരം ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ്. കുറച്ചു കാലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. റിച്ചാർലിസണുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ESPN ബ്രസീൽ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് വരുന്ന സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഈ താരത്തെ കൈവിടാൻ ടോട്ടൻഹാം തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 25 മില്യൺ യൂറോയാണ് താരത്തിന്റെ വിലയായിക്കൊണ്ട് ഇപ്പോൾ ടോട്ടൻഹാം നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് വരുന്ന സമ്മറിൽ ഇദ്ദേഹത്തെ വിൽക്കാൻ തന്നെയാണ് ക്ലബ്ബ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി പുതിയ ഒരു ക്ലബ്ബ് റിച്ചാർലിസണ് ആവശ്യമായി വരികയാണ്. വേൾഡ് കപ്പിന് ശേഷം മറ്റേതെങ്കിലും ക്ലബിലേക്ക് അദ്ദേഹം പോകേണ്ടി വരും എന്നുള്ളത് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലമംഗോ മാത്രമാണ് അദ്ദേഹത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതായത് ഫ്ലമംഗോയുടെ റഡാറിൽ ഉള്ള ഒരു താരമാണ് റിച്ചാർലിസൺ. അത്തരത്തിലുള്ള റൂമറുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. ഏതായാലും വേൾഡ് കപ്പിന് ശേഷം റിച്ചാർലിസൺ ബ്രസീലിയൻ ലീഗിലേക്ക് മടങ്ങിയെത്താൻ തയ്യാറാവുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. നിലവിൽ നിരവധി സൂപ്പർ താരങ്ങൾ ബ്രസീലിയൻ ലീഗിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട്. നെയ്മർ ബ്രസീലിയൻ ലീഗിലാണ് കളിക്കുന്നത്. ലുക്കാസ് പക്കേറ്റ ഇപ്പോൾ ഫ്ലമംഗോയിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. റിച്ചാർലിസൺ കൂടി എത്തുകയാണെങ്കിൽ അത് ബ്രസീലിയൻ ലീഗിന് കൂടുതൽ കരുത്തു പകരുന്ന ഒരു കാര്യമായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.